ഹലോ ഗൈസ്, ലിറ്റ്ഷുർ അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഗസ്റ്റ് 14 നടന്ന കേരള സെറ്റ് എക്സാം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് വരികയാണ്. കഴിഞ്ഞ രണ്ട് പാർട്ടുകളായിട്ട് നമ്മൾ 70ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള 50 ക്വസ്റ്റ്യൻസ് എന്താണ് അതിൻ്റെ ആൻസർ എന്ന് ഈ പാർട്ട് 3 വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നേരിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. 70 എണ്ണം നമ്മൾ പറഞ്ഞു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 71ാമത്തത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് നോവൽസ് ഈസ് നോട്ട് റിട്ടൺ ബൈ മാർഗരറ്റ് ആറ്റ്വുഡ്? 4 ഓപ്ഷൻസ് ഉണ്ട്. സർഫേസിംഗ്, ബ്ലൈൻഡ് അസാസിൻ, ഹാൻഡ്മെയ്ഡ്സ് ടെയിൽ ആൻഡ് സ്റ്റോൺ ഏഞ്ചൽ. മാർഗരറ്റ് ആറ്റ്വുഡ് ഒരു കനേഡിയൻ റൈറ്ററാണ്. അവരുടെ സ്റ്റോൺ ഏഞ്ചൽ എന്ന് പറയുന്ന ഓപ്ഷനാണ് അവരുടേത് അല്ലാത്തത്. ബാക്കി 3 സർഫേസിങ്ങും ഹാൻഡ്മെയ്ഡ്സ് ടെയിലും ദ ബ്ലൈൻഡ് അസാസിനും മാർഗരറ്റ് ആറ്റ്വുഡിൻ്റെ നോവൽസാണ്. ദ സ്റ്റോൺ ഏഞ്ചൽ എഴുതിയത് മറ്റൊരു കനേഡിയൻ റൈറ്ററായിട്ടുള്ള മാർഗരറ്റ് ലോറൻസ് ആണ്. അപ്പോൾ അതാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 72. വിത്ത് ഹൂം ഡസ് വയോള ഇൻ 12th നൈറ്റ് ഫാൾസ് ഇൻ ലവ്? 12th നൈറ്റ് ഷേക്സ്പീരിയൻ ഡ്രാമയാണ്. അപ്പോൾ അതിൽ വയോള ക്യാരക്ടർ പ്രണയത്തിലാകുന്നത് ആരുമായിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഡ്യൂക്ക് ഓർസിനോയാണ്. ഓപ്ഷൻ എ. 72 ഓപ്ഷൻ എ. 73. ഹൂ ബ്രാഗ്ഡ് അബൌട്ട് ദ പവർ ഓഫ് ഹിസ് സറ്റയർ ഇൻ ദീസ് 2 ലൈൻസ്? യെസ്, ഐ ആം പ്രൗഡ്. ഐ മസ്റ്റ് ബി പ്രൗഡ് ടു സീ മെൻ നോട്ട് അഫ്രൈഡ് ഓഫ് ഗോഡ്, അഫ്രൈഡ് ഓഫ് മീ. ജോൺ ഡ്രൈഡൻ, ജൊനാഥൻ സ്വിഫ്റ്റ്, അലക്സാണ്ടർ പോപ്പ്, സാമുവൽ ജോൺസൺ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, അലക്സാണ്ടർ പോപ്പാണ്. 18th സെഞ്ച്വറിയിലെ പ്രസിദ്ധനായിട്ടുള്ള സറ്റയറിസ്റ്റാണ്. പോപ്പിൻ്റെ ഫേമസ് കോട്ടാണ് ഇത്. 74. ഹൂസ് കോൺട്രിബ്യൂഷൻ ഈസ് ദ ഫസ്റ്റ് സീരിയസ് അറ്റംപ്റ്റ് അറ്റ് എ കോംപ്രിഹെൻസീവ് ഇംഗ്ലീഷ് ഡിക്ഷണറി? താരതമ്യേന എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. 1755 ഡോക്ടർ സാമുവൽ ജോൺസൻ്റെ ഡിക്ഷണറിയെ പറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി. 74 ഓപ്ഷൻ സി, സാമുവൽ ജോൺസൺ. വിച്ച് പോയറ്റ് calls the imagination the real man and claims it is not a state, it is human existence itself? 75 ആണ് ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, വില്യം ബ്ലെയ്ക്കാണ്. ഇമാജിനേഷനെ പറ്റിയിട്ടുള്ള ഈ കോട്ട് വില്യം ബ്ലെയ്ക്കിൻ്റെതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹൂസ് ഇൻസൈറ്റ്ഫുൾ കോട്ട് ഓൺ വിഷൻ ഈസ് വിഷൻ ഇസ് ദി ആർട്ട് ഓഫ് സീയിങ് വാട്ട് ഈസ് ഇൻവിസിബിൾ ടു അതേഴ്സ്? അപ്പോൾ ഈ കോട്ട് ആരുടേതാണ്? തൊട്ട് മുമ്പത്തതും ഒരു കോട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യനാണ്, ഇതും അതെ. അപ്പോൾ 76ാമത്തെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ജൊനാഥൻ സ്വിഫ്റ്റാണ്. ജൊനാഥൻ സ്വിഫ്റ്റാണ് 76ൻ്റെ റൈറ്റ് ആൻസർ. അപ്പോൾ 76 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷനിലേക്ക് 77 ക്വസ്റ്റ്യനിലേക്ക് വരാം. 77ാമത്തെ ചോദ്യം ഇതാണ്. ഹൂ ഈസ് ക്രെഡിറ്റഡ് ആസ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് ദളിത് ലിറ്ററേച്ചർ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, അന്നാഭാവു സതെ. അന്നാഭാവു സതയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 78. ജൂതൻ which encapsulates the pain, humiliation and poverty of a community is the autobiography of? 4 ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓം പ്രകാശ് വാൽമീകി എന്ന് പറയുന്ന ദളിത് ആക്ടിവിസ്റ്റിൻ്റെ റൈറ്ററുടെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ്, ഓട്ടോബയോഗ്രഫിയാണ് ജൂതൻ. 79. ഇൻ ഡ്രാമ an aside is addressed to an audience by an actor. The words supposedly are not meant to be heard by other actors on stage. Option A അതാണ്. Option B, to other actors on stage. The words supposedly not meant to be heard by the audience. Option C, by the playwright to the audience. And option D, by the protagonist to the antagonist. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വളരെ എളുപ്പമാണ്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഓപ്ഷൻ എ ആണ്. To an audience by an actor, the words supposedly are not meant to be heard by other actors on stage. സോളിലോക്കി പോലെ തന്നെയാണ്. സോളിലോക്കി ആയിട്ടുള്ള ചെറിയ വ്യത്യാസമേ ഉള്ളൂ. സോളിലോക്കി കുറച്ചും കൂടെ ലോങ് ആയിരിക്കും. അസൈഡ് ഒരു ഷോർട്ട് സ്പീച്ചാണ്. ബാക്കിയെല്ലാം സോളിലോക്കിയുടെ അതേ സ്ട്രക്ചർ തന്നെയാണ്, അല്ലെങ്കിൽ അതേ പ്രത്യേകതകൾ തന്നെയാണ് അസൈഡിനും ഉള്ളത്. ക്വസ്റ്റ്യൻ 80.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ കറക്റ്റ് സീക്വൻസ്? അപ്പോൾ ഇതിൽ 3 റൈറ്റേഴ്സ് ഉണ്ട്, കീറ്റ്സ്, ബൈറൺ, ഷെല്ലി. അപ്പോൾ അവർ റൊമാൻറ്റിക് ഏജിൽ വർക്ക് ചെയ്ത റൈറ്റേഴ്സ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ കണ്ടംപററീസ് തന്നെയാണ്, പക്ഷേ എങ്കിലും അവരിൽ ആരാണ് ആദ്യം ജനിച്ചത് എന്നതിനനുസരിച്ചുള്ള ഒരു ക്രൊണോളജിക്കൽ ഓർഡറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ചോദ്യമൊക്കെ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അങ്ങനെ പറയാതിരിക്കാൻ വയ്യ. കാരണം 5-6 കൊല്ലത്തിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ ജനിച്ചവരെ ബേസ് ചെയ്തിട്ട് ക്രൊണോളജി കണ്ടെത്താൻ പറയുന്നതിന് എന്ത് യുക്തിയാണുള്ളത് നമുക്കറിയില്ല. ഏതായാലും ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓപ്ഷൻ ബി ആണ്, ബൈറൺ, ഷെല്ലി, കീറ്റ്സ്. ഇതാണ് ഇവർ ജനിക്കുന്നതിനനുസരിച്ചുള്ള ഇവരുടെ ഓർഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 81. Which is the story poem written by Keats of a young shepherd beloved by a moon goddess? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, എൻഡിമിയൻ ആണ്. എൻഡിമിയൻ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ ഈ ചോദ്യം കീറ്റ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മൾ പറഞ്ഞ പല ക്വസ്റ്റ്യൻസും ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പലയിടങ്ങളിലായിട്ട് നിങ്ങൾക്ക് കാണാം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആയാലും അല്ലാതെയുള്ള നമ്മുടെ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടും നമ്മളെടുത്ത് കൊടുത്ത ഡീറ്റെയിൽ ക്ലാസ്സസിൽ തന്നെയാണ് പല ക്വസ്റ്റ്യൻസും ഇവിടെ വന്നിട്ടുള്ളത്. ഏതായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 82. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഓഡ് ടു എ നൈറ്റിംഗേൽ ഇസ് ട്രൂ? വീണ്ടും കീറ്റ്സിൻ്റെ ക്വസ്റ്റ്യനാണ്. കീറ്റ്സിൻ്റെ വർക്കുമായി ബേസ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട് കീറ്റ്സിനെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കീറ്റ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ എടുത്തു കൊടുത്തതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻ 82, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഓഡ് ടു എ നൈറ്റിംഗേൽ ഇസ് ട്രൂ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇൻ ദ പോയം ദ സോങ് ഓഫ് ദ നൈറ്റിംഗേൽ ഇസ് എ സിംബൽ ഓഫ് ആർട്ട് ദാറ്റ് ഔട്ട്ലാസ്റ്റ് മോർട്ടൽ ലൈഫ്. മോർട്ടൽ ലൈഫിനെ, നശ്വര ജീവിതത്തെ മറികടക്കുന്ന ഒരു സംഗതിയാണ് കല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട തീംസ് ഒന്ന്. ഈ പോയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്ന് അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നൈറ്റിംഗേലിൻ്റെ സോങ്ങിനെ കാണുന്നത്. മറ്റു ചില ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഉദാഹരണത്തിന് ഓപ്ഷൻ സി, ദ സ്പീക്കർ റിയലൈസസ് ദാറ്റ് ദ നൈറ്റിംഗേൽ ഇസ് മോർട്ടൽ, അങ്ങനെയാണോ അതാണോ എന്നുള്ള സംശയങ്ങളുണ്ടാവും. പക്ഷേ അത് ആദ്യത്തെ 3 ഓപ്ഷൻസും തെറ്റാണ്. കാരണം പോയത്തിൽ തന്നെ നൈറ്റിംഗേലിനെ പോലും ഇമ്മോർട്ടലായിട്ടാണ് കവി കാണുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 83. What is Frankenstein a metaphor for? Prometheus, humanity, nature, society. ഇതും കുറച്ച് കൺഫ്യൂസിങ് ആക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഉത്തരം ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ഹ്യൂമാനിറ്റിയാണ്. ഹ്യൂമാനിറ്റിയുടെ പ്രതീകമായിട്ടാണ് ഫ്രാങ്കൻസ്റ്റൈൻ, ആ ഒരു നോവലിൽ ഫ്രാങ്കൻസ്റ്റൈൻ വരുന്നത്. Question 84. Whom did Keats regard as the best example of negative capability? കീറ്റ്സിൻ്റെ കോൺസെപ്റ്റാണ് നെഗറ്റീവ് കേപ്പബിലിറ്റി. അതിനെപ്പറ്റി അദ്ദേഹം പറയുമ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട റൈറ്ററിനെയാണ് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് കണക്കാക്കുന്നത്. മറ്റാരുമല്ല, ഓപ്ഷൻ ഡി, വില്യം ഷേക്സ്പിയർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസറായിട്ട് ഇവിടെ വരുന്നത്. 85th ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വാൾട്ടർ സ്കോട്ട് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എളുപ്പമാണ്. ഓപ്ഷൻ ഡി, ഹിസ്റ്റോറിക്കൽ നോവലാണ് ശരിയായ ആൻസർ. റൊമാൻറ്റിക് ഏജിലെ റൈറ്ററാണ്, ഹിസ്റ്റോറിക്കൽ നോവൽസിന് തുടക്കം കുറിച്ച റൈറ്റർ കൂടിയാണ്. Question 86. Who wrote the biography of Charles Lamb? ചാൾസ് ലാമ്പിൻ്റെ ബയോഗ്രഫർ E.V. ലൂക്കാസ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ, E.V. ലൂക്കാസ് ആണ് ഇതിൻ്റെ ആൻസർ. ആൻഡ് ക്വസ്റ്റ്യൻ 87. Who coined the term Victorian compromise? വളരെ പോപ്പുലർ ആയിട്ടുള്ള ടേമാണ്. പക്ഷേ ആരാണ് കോയിൻ ചെയ്തത് എന്ന് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവർക്കും നമ്മുടെ കോച്ചിങ്ങിൻ്റെ ഭാഗമായവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന ഉത്തരമാണ്. അത് ലോറൻസ് ഫ്രീഡ്മാൻ ആണ് വിക്ടോറിയൻ കോംപ്രമൈസ് എന്ന ടേം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ക്വസ്റ്റ്യൻ 88. ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഡ്രമാറ്റിക് മോണോലോഗ്? ഡ്രമാറ്റിക് മോണോലോഗിൻ്റെ ഫാദർ റോബർട്ട് ബ്രൗണിങ്, വിക്ടോറിയൻ റൈറ്റർ ആയിട്ടുള്ള റോബർട്ട് ബ്രൗണിങ് നമുക്കറിയാം. 89. Which great essayist opposed Jeremy Bentham's laissez-faire economic doctrines as morally debilitating? ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം തോമസ് കാർലൈലാണ്. ഓപ്ഷൻ ഡി, തോമസ് കാർലൈലാണ് ജെറമി ബെന്താമിൻ്റെ ആശയങ്ങൾക്കെതിരെ പുസ്തകങ്ങൾ എഴുതിയതും അതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് വർക്ക്സ് എഴുതിയിട്ടുള്ളത് തോമസ് കാർലൈലാണ്. ക്വസ്റ്റ്യൻ 90. വെർജീനിയ വൂൾഫ്സ് ഇൻസ്പിറേഷൻ ഫോർ മിസ്റ്റർ റാംസേ ഇൻ ഹെർ നോവൽ ടു ദ ലൈറ്റ് ഹൗസ് comes from her father, ലിറ്റൻ സ്ട്രാച്ചി, ലെസ്ലി സ്റ്റീഫൻ, ഹെൻറി ടൈലർ, ജെയിംസ് ഓവൽ. വെർജീനിയ വൂൾഫിൻ്റെ ഫാദർ ആരാണെന്നുള്ളത്
നിങ്ങൾ പലരും പഠിച്ചിട്ടുണ്ടാവും വെർജീനിയ വൂൾഫിനെ പറ്റി പറയുമ്പോൾ തന്നെ. കാരണം വളരെ പോപ്പുലർ ആയിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം ലെസ്ലി സ്റ്റീഫൻ ആണ്. ഓപ്ഷൻ ബി ലെസ്ലി സ്റ്റീഫൻ. 91. In which work of Hardy does he challenge societal moves with its sympathetic portrayals of the hardships of working class people? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ടെസ് ഓഫ് ദ ഡ്യൂർബർവിൽസ് ആണ്. അതിനകത്താണ് വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെ പറ്റി അവരുടെ ഹാർഡ്ഷിപ്പിനെ പറ്റിയും വളരെ വ്യക്തമായിട്ട് വരച്ചു കാട്ടുന്ന ഒരു നോവലാണ്. 92. R.L. Stevenson wrote the novel Dash as he was driven by the need to explore the different polarities that existed within human beings. For question number 92, the answer is option B, Dr. Jekyll and Mr. Hyde. ഈ നോവലിലെ ക്യാരക്ടേഴ്സിലൂടെ മനുഷ്യൻ്റെ ഈവിൾ സൈഡും അതുപോലെ തന്നെ നന്മയുടെ സൈഡും വരച്ച് കാട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോവൽ ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ നോവലിലൂടെ മനുഷ്യൻ്റെ വിവിധ രീതിയിലുള്ള ക്യാരക്ടേഴ്സ്, ഓപ്പോസിംഗ് ആയിട്ടുള്ള നന്മയുടെയും തിന്മയുടെയും ക്യാരക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള മനുഷ്യനെ വരച്ചു കാട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നോവലിൽ R.L. സ്റ്റീവൻസൺ ശ്രമിച്ചിട്ടുള്ളത്. ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 93. Who wrote 2 popular shipwreck poems with spiritual instruction for those in doubt and danger? ഈ ചോദ്യത്തിന് ഉത്തരം GM ഹോപ്കിൻസ് ആണ്. GM ഹോപ്കിൻസിൻ്റെ 2 പ്രസിദ്ധമായിട്ടുള്ള ഷിപ്രെക്ക് പോയംസ് ഉണ്ട്. ഒന്ന് ദ റെക്ക് ഓഫ് ഡ്യൂച്ച്ലാൻഡ്, രണ്ടാമത്തത് ദ ലോസ് ഓഫ് യൂറിഡീസ് എന്ന് പറയുന്ന ഈ രണ്ട് പോയംസ് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. 94. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്രൊണോളജിക്കലി കറക്റ്റ്? ഇപ്പോൾ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ 20th സെഞ്ച്വറി റൈറ്റേഴ്സാണ് ഇവരൊക്കെ. അപ്പോൾ ഇവരെ ആദ്യം ജനിച്ചത് ആരാണ് എന്ന ബേസിൽ നമ്മൾ നേരത്തെ ഷെല്ലി, കീറ്റ്സ്, ബൈറൺ അവരുടെ കാര്യം കണ്ടു. അതുപോലെ ഏകദേശം കണ്ടംപററി ആയിട്ടുള്ള ആളുകളെ തന്നിട്ട് അവരുടെ ജനിച്ച വർഷം കൊണ്ട് അവരെ ക്രൊണോളജിക്കലായി ഓർഡർ ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ക്വസ്റ്റ്യൻ നമ്പർ 94, ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഗ്രഹാം ഗ്രീൻ, സാമുവൽ ബക്കറ്റ്, ജോൺ ഓസ്ബോൺ, ഹാരോൾഡ് പിൻഡർ. ഇങ്ങനെയാണ് ഇവരെ ക്രൊണോളജിക്കലി നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും. 95. ഓൺലി ഇൻ സെപ്പറേഷൻ, മാരേജ് ആൻഡ് ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് തോട്ട്സ് ഓഫ് ദീസ് ഫോർ ഹൂം വാസ് ബിൽറ്റ് ദിസ് സ്പെഷ്യൽ ഷെൽ. In the above lines of church going by Philip Larkin, what does shell mean? കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ഉത്തരം ചേർച്ചാണ്. ഒരു പള്ളിയിൽ യാദൃശ്ചികമായി വിസിറ്റ് ചെയ്യുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന ചിന്തകളുമാണ് ഫിലിപ്പ് ലാർക്കിൻ്റെ ചേർച്ച് ഗോയിങ്ങിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഷെൽ എന്ന വാക്കുകൊണ്ട് ചർച്ചിനെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 96. ഇവിടെ ഒരു അസേർഷനും റീസണും തന്നിട്ടുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമുക്ക് നോക്കാം എന്താണ് അസേർഷൻ. Dylan Thomas was a difficult poet. He is the poet of the learned, like T.S. Eliot. Reason: his poetry is full of metaphors, symbolic imagery, biblical, Freudian or folk image. Now, ഇതിലേതാണ് ഉത്തരം എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. ഓപ്ഷൻ ഡി ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇവിടെ തന്നിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അത് അതിൻ്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷനായിട്ട് കണക്കാക്കാനും പറ്റും. കാരണം ഒരുപാട് ഫ്രോയിഡിയൻ സിമ്പിൾസ് അടക്കം ഉപയോഗിക്കുന്ന ഒരു കവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അത്യാവശ്യം ലേൺഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കവിതകളാണ് കൂടുതലും ഡിലൻ തോമസ് എഴുതിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 97. ഇത് കറക്റ്റ് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഉത്തരം ഞാൻ പറയാം. 97. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. അതായത് വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ്. ഇപ്പോൾ 4 നോവൽസിൻ്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. ആ നോവൽസ് സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളുടെ പേരാണ് ഓപ്പോസിറ്റായിട്ട് തന്നിട്ടുള്ളത്. വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് E.M. ഫോർസ്റ്ററിൻ്റെ വർക്കാണ്. ഇറ്റലിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ഓഫ് എ യങ് മാൻ ജെയിംസ് ജോയ്സിൻ്റെ വർക്കാണ്. അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡബ്ലിനാണ്, അയർലൻഡിലെ ഡബ്ലിനാണ്. പ്ലൂംഡ് സെർപ്പൻറ്റ് D.H. ലോറൻസിൻ്റെ വർക്ക് മെക്സിക്കോയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഔട്ട്കാസ്റ്റ് ഓഫ് ദ ഐലൻഡ്സ് ജോസഫ് കോൺറാഡിൻ്റെ, പോളിഷ് ആയിട്ടുള്ള ജോസഫ് കോൺറാഡിൻ്റെ വർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് മലായി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദറ്റ് ഈസ് 98. The formalist critic Dash mocked the character-based criticism of Dash by posing a famous question, how many children had Lady Macbeth? ഇത് ആക്ച്വലി ഒരു വർക്കിൻ്റെ തന്നെ പേരാണ്, ഹൗ മെനി ചിൽഡ്രൻ ഹാഡ് ലേഡി മാക്ബത്ത്. ഇദ്ദേഹം ഈ വർക്കിലൂടെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ 2 പേരുകൾ നമുക്ക് കിട്ടാനുണ്ട്. ആദ്യത്തേത് ഒരു ഫോർമലിസ്റ്റ് ക്രിട്ടിക്കാണ്, ഒരു ന്യൂ ക്രിട്ടിക്കാണ്. അദ്ദേഹമാണ്
മറ്റൊരാളുടെ ഷേക്സ്പീരിയൻ ക്രിറ്റിസിസത്തെ മോക്ക് ചെയ്തുകൊണ്ട് എഴുതിയ വർക്കാണ് ഹൗ മെനി ചിൽഡ്രൻ ഹാഡ് ലേഡി മാക്ബത്ത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ലാസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അതായത് LC നൈറ്റ് ആണ് ന്യൂ ക്രിട്ടിക്, ഫോർമലിസ്റ്റ് ക്രിട്ടിക്. അദ്ദേഹമാണ് AC ബ്രാഡ്ലിയുടെ ഷേക്സ്പീരിയൻ ക്രിറ്റിസിസത്തെ മോക്ക് ചെയ്തുകൊണ്ട് എഴുതിയ വർക്കാണ് ഹൗ മെനി ചിൽഡ്രൻ ഹാഡ് ലേഡി മാക്ബത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 99. Which of the following statements are true? Jean Baudrillard tells us that postmodern societies are marked by simulacra. By simulacra, he means non-representations of reality. Simulacra artificially produce a mediated world masquerading as authenticity. It was not Jean Baudrillard but his interpreters who coined the term simulacra. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അതായത് 1 and 3 ഓൺലി. അപ്പോൾ ഇതിൽ ശരി ഉത്തരം ഏതാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ 4 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ശരി ഏതൊക്കെയാണെന്നാണ് കണ്ടെത്തേണ്ടത്. 1 and 3 ആണ്. അതായത് ജീൻ ബൗഡ്രിലാർഡ് ടെൽസ് us that postmodern societies are marked by simulacra, and 3, simulacra artificially produce a mediated world masquerading as authenticity. മറ്റ് 2 ഓപ്ഷനും തെറ്റുത്തരമാണ്, അല്ലെങ്കിൽ മറ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ്സും തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 100ാമത്തെ ക്വസ്റ്റ്യനാണ്. യെറ്റ് ഇറ്റ് ഈസ് masculine values that prevail, observed a famous writer. Speaking cruelly, she continued, football and sport are important. The worship of fashion, the buying of clothes, trivial. Football and sport are important, but the worship of fashion and the buying of clothes, trivial. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, വെർജീനിയ വുൾഫിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഫെമിനിസ്റ്റ് ടെക്സ്റ്റ് ആയിട്ടുള്ള എ റൂം ഓഫ് വൺസ് ഓണിലാണ് ഈ കോട്ട് വരുന്നത്. അടുത്തത് 101ാമത്തെ ക്വസ്റ്റ്യൻ. ഫെർഡിനൻഡ് ഡി സുഷു ആർഗ്യൂഡ് ദാറ്റ് മീനിങ് ഈസ് ജനറേറ്റഡ് ത്രൂ ഡാഷ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവ് വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് ഓപ്ഷൻ എ. മീനിങ് ഈസ് ജനറേറ്റഡ് ത്രൂ എ സിസ്റ്റം ഓഫ് സ്ട്രക്ചേർഡ് ഡിഫറൻസസ് ഇൻ ലാംഗ്വേജ്. സ്ട്രക്ചറലിസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു തിയറിസ്റ്റാണ് ഫെർഡിനൻഡ് ഡി സുഷൂർ. അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചറലിസവുമായി വളരെയധികം ബന്ധമുള്ള ലാംഗ്വേജിൻ്റെ മീനിങ്ങിനെ പറ്റി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ ശരി ഉത്തരവായിട്ട് വരുന്നത്. 102. ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻവോൾവ്സ്. അവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ശരി ഉത്തരം ഏതൊക്കെയാണ് അതിൽ ശരിയായിട്ട് വരുന്നത് എന്നതാണ് ഇതിൻ്റെ ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് ഈ 4 പോയിൻറ്റ്സും കറക്റ്റാണ്. ഇപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ആണ്. അപ്പോൾ അതിൽ ഈ 4 ഓപ്ഷനും കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 103. വീണ്ടും ഒരു അസേർഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അസേർഷൻ എന്താണെന്ന് നോക്കാം. ദ വേൾഡ് ഡസ് നോട്ട് ബിക്കം റെക്ലെസ് ഓർ വിൽ നോട്ട് ബിക്കം അൺറേഷ്യലൈസ്ഡ് ബൈ അസേർഷൻ. The act of enforcing racelessness in literary discourse is itself a racial act. What is reason? Reason തന്നിട്ടുള്ളത് pouring rhetorical acid on the fingers of a black hand may indeed destroy the prince, but not the hand. Besides, what happens in that violent self-serving act of erasure to the hands, the fingers, the fingerprints of the one who does the pouring? Do they remain acid free? The literature itself suggests otherwise. ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, there are contradictions അല്ലേ. ഒന്നിലധികം മീനിങ് സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്, അതുപോലെ പരസ്പരം കോൺട്രഡിക്റ്റ് ചെയ്യുന്ന വാക്കുകളും സെൻറ്റൻസസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാവുന്നേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ്. നെയ്തർ എ നോർ ആർ മേക്സ് കംപ്ലീറ്റ് സെൻസ്. കംപ്ലീറ്റ് സെൻസിൽ എഴുതിയിട്ടുള്ള സെൻറ്റൻസസ് അല്ല ഇത് രണ്ടും. അപ്പോൾ അതിൻ്റെ ഉത്തരം സി ആണ്. 104. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What was the name of the experimental theatre group founded in 1915 by Susan Glaspell, Eugene O'Neill and other dramatists in order to challenge Broadway's control over American drama? യുജീൻ ഒനൈലിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഫേമസ് തിയേറ്റർ ഗ്രൂപ്പ് ഓപ്ഷൻ ഡി ദ പ്രൊവിൻസ് ടൗൺ പ്ലേയേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. ഇത് ഇന്ത്യൻ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട രസാ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള തിയറിസ്റ്റിൻ്റെ പേരുകളാണ്. 4 പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള തിയറീസിൻ്റെ പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഭരത ഈസ് അസോസിയേറ്റഡ് വിത്ത് രസ തിയറി. ഭരതമുനിയുടെ രസ തിയറി നമുക്കറിയാം. ദെൻ കുന്തക ഈസ് അസോസിയേറ്റഡ് വിത്ത് വക്രോക്തിക് തിയറി. വക്രോക്തിക് തിയറിയാണ് കുന്തക
പ്രൊപ്പോണ്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഭമഹ ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ഋതി തിയറി, വൈൽ ദ ലാസ്റ്റ് വൺ ആനന്ദവർദ്ധന ഈസ് അസോസിയേറ്റഡ് വിത്ത് ധ്വനി തിയറി. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തത് വീണ്ടും 2 ലിസ്റ്റ് മാച്ച് ചെയ്യാനാണ്. ആദ്യത്തെ ലിസ്റ്റ് നോവൽസിൻ്റെ പേരും രണ്ടാമത്തെ ലിസ്റ്റിൽ അതിലെ ക്യാരക്ടേഴ്സിൻ്റെ പേരുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 106 ക്വസ്റ്റ്യൻ ഓപ്ഷൻ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി. അതായത് യുലീസസ്, ജെയിംസ് ജോയ്സിൻ്റെ യുലീസസ്, അതിലെ ക്യാരക്ടറാണ് മോളി ബ്ലൂ. എ പാസേജ് ഓഫ് ഇന്ത്യ എഴുതിയത് EM ഫോസ്റ്ററാണ്, അതിലെ ക്യാരക്ടറാണ് മിസ്സിസ് മൂർ. ടു ദ ലൈറ്റ് ഹൗസ് വെർജീനിയ വൂൾഫ്, ക്യാരക്ടർ ലിലി ബ്രിസ്കോ. വിമൺ ഇൻ ലവ് DH ലോറൻസ്, ക്യാരക്ടർ ജെറാൾഡ് ക്രിച്ച്. അപ്പോൾ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചറിയാം, വെർജീനിയ വൂൾഫിൻ്റെ പല വർക്ക്സും ഇതിൽ ക്വസ്റ്റ്യൻസ് ആയി വന്നിട്ടുണ്ട്. അതുപോലെ DH ലോറൻസും EM ഫോസ്റ്ററും ഒക്കെ ഇതുപോലെ തന്നെയുള്ള മറ്റൊരു മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനിലും ഇതേ റൈറ്റേഴ്സിൻ്റെ നോവലുകളും അത് സെറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. 107 ബ്ലെൻഡഡ് ലേണിംഗ് ഈസ് എ മോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഓർ ലേണിംഗ് ഇൻ വിച്ച്. ഇപ്പോൾ താഴെ പറയുന്നതിൽ ഏതാണ് ബ്ലെൻഡഡ് ലേണിങ്ങിൻ്റെ കൃത്യം ഫീച്ചർ എന്ന് പറയണം. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലേ, ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എ വെറൈറ്റി ഓഫ് ഇൻസ്ട്രക്ഷണൽ മോഡ്സ് ആർ ഇൻറ്റഗ്രേറ്റഡ്. പലതരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ മോഡ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയാം. 108 എ ടീച്ചിങ് മെത്തേഡ് അഡ്വക്കേറ്റഡ് ബൈ ഡോക്ടർ ജോർജി ലോസനോവ് which is based on the principle of joy and easiness is called what? അത് ഓപ്ഷൻ എ സജസ്റ്റോപീഡിയ ആണ്. ജോർജി ലെസനോവ് ബൾഗേറിയൻ സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഈ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇൻവെൻറ്റ് ചെയ്തത്. 109 who among the following proposes that the unconscious comes into being only in language? അപ്പോൾ അൺകോൺഷ്യസിൻ്റെയും ലാംഗ്വേജുമായിട്ടുള്ള കണക്ഷനൊക്കെ തിയറി പാർട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ജാക്വസ് ലക്കാനാണ്. തിയറി പാർട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് നോട്ട്സും അതുപോലെ ക്ലാസ്സസും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജാക്വസ് ലക്കാനാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം. 110 ചോദ്യത്തിലേക്ക് വരാം. അറേഞ്ച് ദ സെക്ഷൻസ് ഓഫ് ദ വേസ്റ്റ് ലാൻഡ് ഇൻ ദി ഓർഡർ ഇൻ വിച്ച് ദേ അപ്പിയർ ഇൻ ദി പോയം. അപ്പോൾ താഴെ തന്നിട്ടുള്ള വേസ്റ്റ് ലാൻഡിലെ ഡിഫറെൻറ്റ് സെക്ഷൻസ് നമുക്കറിയാം, 5 സെക്ഷൻസ് ഉണ്ട്, അതിന് 5 പേരുകളുണ്ട്. കറക്റ്റ് ഓർഡർ അനുസരിച്ച് ആക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ലാസ്റ്റ് ഓപ്ഷനാണ് വരിക. 5, 3, 1, 2, 4. അതായത് ഫസ്റ്റ് സെക്ഷൻ ദ ബറിയൽ ഓഫ് ദ ഡെഡ്, അതിനുശേഷം എ ഗെയിം ഓഫ് ചെസ്, അതിനുശേഷം ദ ഫയർ സെർമൺ, അതിനുശേഷം ഡെത്ത് ബൈ വാട്ടർ ആൻഡ് ഫൈനലി വാട്ട് ദി തണ്ടർ സെറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, പലതവണ ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യനാണ്. വെസ്റ്റ് ലാൻഡിലെ 5 സെക്ഷൻസിനെ ഓർഡർ ആക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. 111 ചോദ്യം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് നോവൽസ് ഹരികഥ ഈസ് സ്ട്രാറ്റജിക്കലി യൂസ്ഡ് ആസ് എ മീഡിയം ഓഫ് കോൺഷ്യസ്നെസ് റേസിംഗ്? ഇത് നമ്മൾ ഇന്ത്യൻ ഫിക്ഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കാന്തപുരയാണ്. ഓപ്ഷൻ ഡി കാന്തപുര. രാജാറാവുവിൻ്റെ കാന്തപുരയാണ് ഇതിൻ്റെ ഉത്തരം. 112 ചോദ്യത്തിലേക്ക് വന്നാൽ, ഇൻ ദ വേർഡ് റാപ്പിഡ്ലി ly in quotation marks is an adverbial suffix indicating manner, while rapid is a dash and ly is a dash. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് അറിയാവുന്നതാണ്. 112 ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ്. ഫ്രീ മോർഫീം ആൻഡ് ബൗണ്ട് മോർഫീം. ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് ആദ്യം പഠിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് മോർഫീംസിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇതിൽ റാപ്പിഡ് എന്നുള്ളത് ഒരു ഫ്രീ മോർഫീമും ly എന്നുള്ളത് ഇൻഡിപെൻഡൻ്റായി നിൽക്കാൻ പറ്റാത്ത, അതുകൊണ്ട് തന്നെ ബൗണ്ട് മോർഫീം എന്നറിയപ്പെടുന്ന ഒരു മോർഫീമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചോദ്യം. ഇനി നമുക്ക് 8 ചോദ്യങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 113 ചോദ്യം. മോഡേണിസം ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ബീങ് കൺസേൺഡ് വിത്ത് disenchantment of our culture with culture itself. Who is the critic? അപ്പോൾ വീണ്ടും ഇവിടെ ഒരു കോട്ടാണ്. കോട്ട്സിനെ ബേസ് ചെയ്തുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ 120 ക്വസ്റ്റ്യൻസിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ലയണൽ ട്രില്ലിംഗ് ആണ്. ഈ കോട്ട് പറഞ്ഞിരിക്കുന്നത് ലയണൽ ട്രില്ലിംഗ് ആണ്. 114 അക്കോർഡിംഗ് ടു ബക്തിങ് ദ ഐഡിയ ഓഫ് ദ കാർണിവാലസ്ക് represents the following characteristics except. അപ്പോൾ ഇതിൽ കാർണിവാലക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്ന് മാത്രം തെറ്റാണ്. അതേതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. കാർണിവാലസ്ക്
ഈസ് എ ഹാർക്കിംഗ് ബാക്ക് ടു ദ പാസ്റ്റ് എന്ന് എഴുതിയ ഈ ഓപ്ഷനാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി 3 ഓപ്ഷനും വളരെ ശരിയായിട്ടുള്ള ഉത്തരങ്ങളാണ്. 115. Every demon carries within him, unknown to himself, a tiny seed of self-destruction and goes up in thin air at the most unexpected moment. ഒരു പുസ്തകത്തിലെ ഒരു നോവലിലെ ഒരു കോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. To which of R.K. Narayan's characters the above statement applies? അപ്പോൾ വർക്കിൻ്റെ പേരും അതുപോലെ ക്യാരക്ടറിൻ്റെ പേരും ഇവിടെ തന്നിട്ടുണ്ട്. ആരെക്കുറിച്ചാണ് എന്ന് പറയുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ദ മാൻ ഈറ്റർ ഓഫ് മാൽഗുഡിയിലെ വാസു എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റിയാണ് ഇത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് എ ടേം. ഹൂ കോയിൻഡ് ദ ടേം ഇക്കോളജിക്കൽ ഇമ്പീരിയലിസം? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ആൽഫ്രഡ് ക്രോസ്ബൈ. ആൽഫ്രഡ് ക്രോസ്ബൈയുടെ ഇതേ പേരിൽ തന്നെയുള്ള ഒരു പുസ്തകത്തിലൂടെയാണ് ആദ്യമായിട്ട് ഈ ടേം വരുന്നത്, ഇക്കോളജിക്കൽ ഇമ്പീരിയലിസം. 117. ഇൻ മോണിക്ക അലീസ് ബ്രിക്ക് ലെയിൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് ക്യാരക്ടേഴ്സ് ഹാസ് എ ഫേസ് ലൈക്ക് എ ഫ്രോഗ് ഫേസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചാനു ആണ്. ഓപ്ഷൻ ബി ചാനു ആണ് ഇതിൻ്റെ ഉത്തരം. 118ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ദർ ഇസ് നത്തിങ് ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ബൈ വിച്ച് ഫിലോസഫർ? അപ്പോൾ ഇത് പോസ്റ്റ് സ്ട്രക്ചറലിസം അല്ലെങ്കിൽ ഡീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടാണ്, ഒരു സെൻറ്റൻസാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് പറഞ്ഞിരിക്കുന്നത് ജാക്വസ് ഡെറീഡയാണ്. ഫേമസ് ഡീകൺസ്ട്രക്ഷനിസ്റ്റ് ആയിട്ടുള്ള ജാക്വസ് ഡെറീഡയുടെ വാക്കുകളാണത്. 119. അക്കോർഡിംഗ് ടു ദി ഇറ്റാലിയൻ മാർക്സിസ്റ്റ് തിയറിസ്റ്റ് അന്റോണിയോ ഗ്രാംഷി. അപ്പോൾ അന്റോണിയോ ഗ്രാംഷിയുടെ താഴെ പറഞ്ഞതിൽ ഏതാണ് അന്റോണിയോ ഗ്രാംഷി പറഞ്ഞ കാര്യം എന്നാണ് ചോദ്യം. ഹെജിമണി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, രണ്ടാമത്തതാണ്. അതായത് ഹെജിമണി ഇൻവോൾവ്സ് എ ഡിഗ്രി ഓഫ് കൺസെൻറ്റ് ഓൺ ദ പാർട്ട് ഓഫ് സബ്ജക്റ്റ് പീപ്പിൾ. അപ്പോൾ മോഡേൺ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിൽ ഹെജിമണി എന്ന് പറഞ്ഞാൽ വെറുതെ ഫോഴ്സ് ഉപയോഗിച്ച് ഒരു പെർട്ടിക്കുലർ ഡോമിനൻറ്റ് പീപ്പിൾ മറ്റൊരു പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് പീപ്പിളിനെ ഡോമിനേറ്റ് ചെയ്യുക മാത്രമല്ല, അത് വെറുതെ ഫോഴ്സ് കൊണ്ട് ചെയ്യുന്ന ഒരു സംഗതിയല്ല, മറിച്ച് കൺസെൻറ്റോട് കൂടി പല വിദ്യകൾ ഉപയോഗിച്ച് പല സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വളരെ മ്യൂച്വൽ കൺസെൻറ്റോടുകൂടി നടക്കുന്ന ഒരു സംഗതിയാണ് ഹെജിമോണി അല്ലെങ്കിൽ ഈ ഡോമിനേഷൻ എന്നാണ് അന്റോണിയോ ഗ്രാംഷി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹെജിമോണി ഇൻവോൾവ്സ് എ ഡിഗ്രി ഓഫ് കൺസെൻറ്റ് ഓൺ ദ പാർട്ട് ഓഫ് സബ്ജക്റ്റ് പീപ്പിൾ. ആരാണോ ഡോമിനേറ്റ് ചെയ്യപ്പെടുന്നത്, ആരെയാണോ അടിച്ചമർത്തുന്നത്, അവരുടെ ഒരു കൺസെൻറ്റോടു കൂടിയാണ് ചില സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരുടെ കൺസെൻറ്റ് നേടിക്കൊണ്ടാണ് ഇത് നടത്തുന്നതെന്നാണ് ഗ്രാംഷി ഈ കൺസെപ്റ്റിലൂടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 120 ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. നമ്മൾ ആദ്യം മുതൽ ഉള്ള ഡിസ്കഷൻ്റെ അവസാനത്തേക്ക് എത്തുകയാണ്. 120ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ടീഷൻ നോവൽ? പാർട്ടീഷൻ നോവൽസ് ഒരുപാട് നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിലുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് നമ്മുടെ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഏതായാലും ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷനാണ്, ഇൻ കസ്റ്റഡി. അനിത ദേശായിയുടെ ഇൻ കസ്റ്റഡിയാണ് ഇതിൽ പാർട്ടീഷൻ നോവൽ അല്ലാത്തത്. അപ്പോൾ ബാക്കി 3 ആറ്റിയ ഹുസൈൻ്റെ സൺലൈറ്റ് ഓൺ എ ബ്രോക്കൺ കോളം ആയാലും അല്ലെങ്കിൽ അമിതാഭ് ഘോഷിൻ്റെ ഷാഡോ ലൈൻസ് ആയാലും എ ട്രെയിൻ ടു പാകിസ്ഥാൻ ആയാലും ഒക്കെ പാർട്ടീഷൻ നോവലാണ്, വളരെ പോപ്പുലറായ പാർട്ടീഷൻ നോവൽസാണ്. അപ്പോൾ അനിത ദേശായിയുടെ ഇൻ കസ്റ്റഡിയാണ് പാർട്ടീഷൻ നോവൽ അല്ലാത്തത്. അപ്പോൾ 120 ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നും നിങ്ങൾക്ക് ഇതിനോടകം തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് സഹായകരമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പല ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ പറഞ്ഞ ഏരിയൽസ് നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളതെന്ന് കാണുന്നു. അപ്പോൾ സെറ്റ് മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇതിന് ശേഷം നെറ്റിന് പഠിക്കുന്നവരുണ്ടെങ്കിൽ ഈ ചാനലിലൂടെ നമ്മൾ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കോച്ചിങ്ങും പെയ്ഡ് കോച്ചിങ്ങും വളരെ തുച്ഛമായ നിരക്കുള്ള പെയ്ഡ് കോച്ചിങ്ങും ഞങ്ങൾ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി നടത്തുന്നുണ്ട്. അതിപ്പോൾ ഈവൻ ഫസ്റ്റ് പേപ്പറിനാണെങ്കിൽ പോലും കോച്ചിങ് ലഭ്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങളുമായിട്ട് സ്റ്റേ ഇൻ ടച്ച്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും കോച്ചിങ്ങിന് വേണ്ടി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ പറ്റി ജനറലി ഒരു ഇവാലുവേഷൻ നടത്തുകയാണെങ്കിൽ അത്യാവശ്യം ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് വളരെ എളുപ്പമെന്നോ അല്ലെങ്കിൽ ഒരു ശരാശരി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അത്യാവശ്യം ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എങ്കിലും കുറേ ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പൊതുവിൽ ക്വസ്റ്റ്യനെ വിലയിരുത്തുമ്പോൾ നമ്മുടെ കുട്ടികളോടൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് അത്യാവശ്യം സ്ലൈറ്റ്ലി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ആയിരിക്കും അതിൻ്റെ വാല്യുവേഷനും കുറച്ച് ലിബറൽ ആകും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇത്രയും നമ്മൾ നിങ്ങൾക്ക് സഹായകരമായി എന്ന് വിചാരിക്കുന്നു. This is all about today. This is LITSURE Academy signing off. Bye.